വീറ്റോ പവർ ഉപയോഗിച്ച് അമിത്ഷായെ പുറത്തേക്കെറിയുകയാണ് രാഹുൽ. പ്രതിപക്ഷം എന്താണ് എന്ന് ഇതുവഴി മോദിക്ക് രാഹുൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതോടെയാണ് പാനലിൽ നിന്നും അമിത്ഷാ പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. രണ്ടും കൽപ്പിച്ച് രാഹുൽ ഇക്കുറി ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവെന്ന പദവി രാഹുലിൽ നിന്ന് ഒരിക്കലും തട്ടിക്കളയാൻ മോദിക്ക് സാധിക്കാത്തത് കൊണ്ട് പകരം അമിത്ഷായ്ക്ക് പുറത്തേക്കുള്ള വഴി വെട്ടിക്കൊടുക്കേണ്ടി വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പാനലിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കേന്ദ്രം പുറത്താക്കിയതിന് പിന്നാലെയാണ് രാജീവ് കുമാർ വിരമിക്കാനിരിക്കുന്ന ഒഴിവിലേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കേണ്ടി വരുന്നത്. അതിനായി കേന്ദ്രം ഒരു ചട്ടം കൂട്ടുകയും ചെയ്തു. അതിനുശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും ഒരു പ്രതിപക്ഷ നേതാവിനെ മോദി പ്രതീക്ഷിച്ചതേയില്ല. കാരണം മോദി ഭരണത്തിന് കീഴിൽ ഇതാദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നത്. അതും മോദി പപ്പു എന്ന് വിളിച്ച് കളിയാക്കി അതേ രാഹുലിന് മുമ്പിൽ തന്നെ മോദി ഇപ്പോൾ തല കുനിച്ചിരിക്കേണ്ടി വന്നത് ബിജെപിക്കും കേന്ദ്രത്തിനും കനത്ത തിരിച്ചടി കൂടിയാണ് നൽകുന്നത്. തുടക്കത്തിൽ തന്നെ ഓം ബിർളയോട് രാഹുൽ പറഞ്ഞതാണ്, മുൻപുള്ളതുപോലെ അല്ല കാര്യങ്ങൾ, ഈ രാജ്യത്തിന് ശക്തമായ ഒരു പ്രതിപക്ഷം ഇക്കുറി ഉണ്ട് എന്നോർക്കണമെന്ന്. അതിനുശേഷം കഴിഞ്ഞ തവണ പാർലമെന്റിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ ഒന്നും തന്നെ ഓം ബിർള ഇത്തവണ കാണിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, പ്രതിപക്ഷത്തെത്താൻ കോൺഗ്രസ് 100 സീറ്റ് തികച്ചപ്പോൾ മോദിക്ക് 2 പേരെ ഒപ്പം കൂട്ടേണ്ടി വന്നു പ്രധാനമന്ത്രി കസേര നിലനിർത്താൻ. ചന്ദ്രബാബു നായിഡുവും നിതീഷിനും കൂടെ കൂട്ടിയുള്ള ഒരു പോക്ക് പക്ഷേ ബിജെപിക്ക് അത്ര രസകരമല്ല. ഏത് നിമിഷവും നിലം പൊത്തും എന്ന തരത്തിലാണ് കാര്യങ്ങൾ. നിതീഷ് ആണെങ്കിൽ വന്നതുപോലെ തിരിച്ചു പോകുമോ എന്ന ഭയവും മോദിക്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ബജറ്റിൽ വാരിക്കോരി കൊടുത്തത്. ലാലു പ്രസാദ് യാദവ് ആണെങ്കിൽ നിതീഷിന് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ അല്പം കൂടി ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൽ രാഹുൽ പറഞ്ഞത് കേട്ടേ മതിയാവും. അല്ലാത്ത പക്ഷം സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഇപ്പോഴും പ്രതിക്കൂട്ടിലാണ്. ലക്ഷക്കണക്കിന് വോട്ടുകൾ അട്ടിമറി നടന്നത് എങ്ങനെയെന്ന ചോദ്യങ്ങൾക്കുള്ള തെളിവുകൾ നിരത്തി പാർലമെന്റിനകത്ത് രാഹുൽ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്ന മോദിയെയും നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണിപ്പോൾ രാജീവ് കുമാർ വിരമിക്കുകയും തൽസ്ഥാനത്തേക്ക് മറ്റൊരാളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യേണ്ടത്. അവിടെയാണ് രാഹുൽ തന്റെ പവർ ഉപയോഗിക്കുന്നത്.